ഞാൻ രേഷ്മ അനീഷ്, കമ്പ്യൂട്ടർ ഫാക്കൽറ്റി, ടാലന്റ് ഇൻഫോസിസ് ബാലരാമപുരം. ടാലന്റ് ഇൻഫോസിസ് ഒരുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ്. ആരംഭകാലം മുതൽ ഇതുവരെയുള്ള കമ്പ്യൂട്ടറുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനശേഷിയും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിക്കൽ പരമായി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസുകളുടെയും അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിനെ 5 ജനറേഷനായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. Generation of computers. Major technological development that fundamentally changed the way computers are operated. These helped to develop the computer smaller, powerful, efficient and reliable device. ഓരോ ടെക്നോളജിക്കൽ ഡിവൈസുകളും ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ആ കമ്പ്യൂട്ടറിൻ്റെ യൂസ് ചെയ്ത ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടേഴ്സിനെ 5 ജനറേഷനായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ 1940 to 1956, സെക്കൻഡ് ജനറേഷൻ 1956 to 1963, തേർഡ് ജനറേഷൻ 1964 to 1971, ഫോർത്ത് ജനറേഷൻ 1971 to present, ഫിഫ്ത്ത് ജനറേഷൻ പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്. നമുക്ക് ഫസ്റ്റ് ജനറേഷൻ നോക്കാം. ഫസ്റ്റ് ജനറേഷൻ, ദ പീരീഡ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഈസ് 1940 to 1956. ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. വാക്വം ട്യൂബ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോണിക് സിഗ്നൽസ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വെയർ വെരി ലാർജ് ഇൻ സൈസ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്താണ്, അതിന് വളരെ വലിയ സൈസാണ്, അതിൽ ഒത്തിരി പവർ ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അത് പ്രവർത്തിക്കണമെങ്കിൽ. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ഹീറ്റ് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് വെരി സ്ലോ ആൻഡ് പ്രോഗ്രാമിംഗ് ക്യാപ്പബിലിറ്റി വാസ് ലിമിറ്റഡ്. ദെൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സപ്പോർട്ട് മെഷീൻ ലാംഗ്വേജ് ഓൺലി. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് ആണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ജനറേഷൻ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. EDSAC, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. UNIVAC, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ENIAC, EDSAC, UNIVAC ഇതെല്ലാം ഏത് സീരീസിൽ വരുന്നതാണ്? ഫസ്റ്റ് ജനറേഷൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ജനറേഷൻ. The period of second generation is 1956 to 1963. Vacuum tubes were replaced by transistors. സെക്കൻഡ് ജനറേഷൻ രണ്ടാം തലമുറ എത്തിയപ്പോഴത്തേക്കും അവിടെ വാക്വം ട്യൂബ് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് യൂസ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ എന്താണ്, കുറച്ചുകൂടി ഒന്ന് സ്മോളായി. ഫസ്റ്റ് ജനറേഷനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സ്മോളർ ഇൻ സൈസ് ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ജനറേറ്റ് ലെസ് ഹീറ്റ് ആൻഡ് size as compared to first generation computers, consumed less electricity as compared to first generation computer. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, സൈസ് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഹീറ്റ്, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയും എന്താണ്, ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് സപ്പോർട്ട് മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IBM 1620, PDP-8, CDC 1604 ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? IBM 1620, PDP-8, CDC 1604 ഇതെല്ലാം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ്. ദെൻ തേർഡ് ജനറേഷൻ. ദിസ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. തേർഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് യൂസ് ചെയ്തു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് കൺസിസ്റ്റ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്.
molded on a single chip of silicon, eliminating wire interconnection between components. There were significant improvements in the design of magnetic core memory and magnetic disk technology. മാഗ്നറ്റിക് കോർ മെമ്മറിയും മാഗ്നറ്റിക് ഡിസ്ക് ടെക്നോളജിയും എല്ലാം എപ്പോൾ വന്നു? തേർഡ് ജനറേഷനിൽ വന്നു. ദ യൂസേജ് ഓഫ് ICs, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ സിസ്റ്റം എന്തായി? ഫാസ്റ്ററും സ്മോളറുമായി, വലിപ്പത്തിലൊക്കെ വളരെ ചെറുതായി. മോർ റിലയബിൾ ഇൻ കമ്പാരിസൺ ടു പ്രീവിയസ് 2 ജനറേഷൻ കമ്പ്യൂട്ടർ, കഴിഞ്ഞ 2 തലമുറ കമ്പ്യൂട്ടറുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിപ്പത്തിൽ വളരെ ചെറുതായി തേർഡ് ജനറേഷൻ. ദെൻ കൺസ്യൂംഡ് ലെസ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ലെസ് മെയിൻ്റനൻസ് റിക്വയർഡ്, എപ്പോഴും മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരത്തില്ല, അതിൻ്റെ ആ ഒരു എണ്ണവും കുറഞ്ഞു. ഒൺലി യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ഒരു സ്പെസിഫിക് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറായി മാറി ഏത്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ എന്താണ് യൂസ് ചെയ്തത്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ്ഡ് വാക്വം ട്യൂബ് ടെക്നോളജി. സെക്കൻഡ് ജനറേഷൻ വാക്വം ട്യൂബ് റീപ്ലേസ്ഡ്, വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് കൊണ്ടുവന്നു? ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ടുവന്നു. തേർഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സ്ഥാനത്ത് എന്ത് യൂസ് ചെയ്തു? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്തു. ദെൻ തേർഡ് ജനറേഷൻ സീരീസിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. IBM 360 സീരീസ്, ഹണിവെൽ 6000 സീരീസ്, PDP പേഴ്സണൽ ഡാറ്റ പ്രോസസ്സർ ആൻഡ് IBM 370 168. ഇതെല്ലാം ഏത് സീരീസിൽ വരുന്നതാണ്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സാണ്. നമ്മുടെ ഫസ്റ്റ് ജനറേഷനിലെ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ നമുക്ക് എന്തിനെ പറയാം? ENIAC പറയാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ENIAC? ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ദെൻ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ദ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് മൈക്രോ പ്രോസസ്സർ ചിപ്പ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തത് എന്താണ്? മൈക്രോ പ്രോസസ്സർ ചിപ്പാണ്. അതിൽ യൂസ് ചെയ്തിരുന്ന എന്താണ്? ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഈസ് യൂസ്ഡ് ടു ഇൻ്റഗ്രേറ്റ് ദ കംപ്ലീറ്റ് സർക്യൂട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഇൻ എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. അതിൽ യൂസ് ചെയ്തത് എന്ത് മെത്തേഡാണ്? വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മൈക്രോ പ്രോസസ്സറിൽ. മാഗ്നറ്റിക് കോർ മെമ്മറീസ് വെയർ റീപ്ലേസ്ഡ് ബൈ സെമി കണ്ടക്ടർ മെമ്മറി. മാഗ്നറ്റിക് കോർ മെമ്മറി മാറ്റിയിട്ട് എന്ത് കൊണ്ടുവന്നു? സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തു. ദ മൈക്രോ പ്രോസസ്സർ ലീഡ് ടു ദ എമർജൻസ് ഓഫ് എക്സ്ട്രീംലി പവർഫുൾ പേഴ്സണൽ കമ്പ്യൂട്ടർ. മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വളരെ പവർഫുള്ളായി. അതായത് അതിൻ്റെ സൈസിലായാലും റിലയബിലിറ്റിയിലായാലും എല്ലാം എന്ത് ചെയ്തു? വളരെ റിലയബിളായി, സ്മോൾ ഇൻ സൈസായി, വെരി ഫാസ്റ്റാണ്, പോർട്ടബിളാണ്. ഏത് ജനറേഷൻ കമ്പ്യൂട്ടർ? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഡ്യൂറിങ് ദിസ് പീരീഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ്. ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു ആശയമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആയപ്പോഴാണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് മൈക്രോ പ്രോസസ്സർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. Fourth generation computer used microprocessor, here large scale integration circuits. Fourth generation computers are portable and reliable, very small in size. Concept of internet was introduced. Computer become easily available, made home computing and embedded computing possible. Mouse is used. Mouse ഒക്കെ ഉപയോഗിച്ചത് ഏത് ജനറേഷനിലാണ്? ഫോർത്ത് ജനറേഷനിലാണ്. Then ജനറേഷൻ ഇപ്പോൾ ഉള്ളത് എന്താണ്? ഫിഫ്ത്ത് ജനറേഷൻ ആണ്. ദിസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വാസ് ബേസ്ഡ് അപ്പോൺ ദ പാരലൽ പ്രോസസ്സിംഗ് ഹാർഡ്വെയർ ആൻഡ് AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഈസ് ബേസ്ഡ് ഓൺ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഇറ്റ് ഇൻവോൾവ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് and robotics. The Japanese called their fifth generation computers as knowledge information processing system. ജാപ്പനീസുകാർ എന്താ പറയുന്നത്? അവരുടെ ആ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടിങ്ങിനെ നോളജ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. കിപ്സ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാസ് ദ എബിലിറ്റി ടു ഇലിസ്ട്രേറ്റ് ദ മീൻസ് ആൻഡ് മെത്തേഡ് ഓഫ് മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് തിങ്ക് ദ സെയിം ആസ് ഹ്യൂമൻ ബീയിങ് ചിന്തിക്കുന്നത് പോലത്തെ ആ ഒരു രീതിയിലൊക്കെ എടുക്കാനായിട്ട് എന്തിനു പറ്റും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ ഒരു ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ റോബോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? അതൊരു
ആ ഒരു ഡിസൈൻ ചെയ്തതനുസരിച്ച് എന്താണ് മനുഷ്യൻ ചെയ്യുന്ന ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്. ഇൻ ദിസ് ജനറേഷൻ ഓൾ കൈൻഡ്സ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജസ് സച്ച് സി ആൻഡ് C++, ജാവ ആൻഡ് മോർ ലാംഗ്വേജസ് ആർ യൂസ്ഡ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, ജാവ ഇതെല്ലാം ഏത് ജനറേഷനിൽ യൂസ് ചെയ്ത് തുടങ്ങി? 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തു. 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് മോർ റിലയബിൾ ആൻഡ് വർക്ക് ഫാസ്റ്റർ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസ് ആൻഡ് യുണിക്യൂ ഫീച്ചേഴ്സ്. ഇറ്റ് പ്രൊവൈഡ് കമ്പ്യൂട്ടർ വിത്ത് മോർ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസസ് വിത്ത് മൾട്ടിമീഡിയ ഫീച്ചേഴ്സ്. Okay, thank you. Have a nice day.